ഡൽഹിയിൽ ഇന്നും പ്രതിഷേധ നാടകവുമായി AAP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആം ആദ്മിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോഴും ഏതായാലും പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൃത്യമായി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ കുടുങ്ങുമ്പോഴും പ്രതിസ്ഥാനത്ത് എത്തി കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ നിലവിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുമ്പോഴും AAP ഇങ്ങനെ നാടകം തുറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രാജീവ്, തീർച്ചയായും ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിറം നൽകിക്കൊണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസിന്റെ മെറിറ്റ് ചർച്ച ചെയ്യാതെയാണ് ആം ആദ്മി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് ആം ആദ്മി മന്ത്രി അതിഷിയൊപ്പം സൗരവ് ഭരദ്വാജ്, കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവർ ഈ ഭഗത് സിംഗിന്റെ പ്രതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷം പ്രവർത്തകർ റോഡിലേക്ക് ഇറക്കിക്കൊണ്ട് റോഡ് ഉപരോധിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ നീക്കുകയാണ്. കഴിഞ്ഞ ദിവസം ITO ജംഗ്ഷനിൽ ഏകദേശം 3 മണിക്കൂറിനടുത്ത് തുടർച്ചയായി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതിനെയും പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ നീക്കിയിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വസ്തുതകൾ അന്വേഷണ ഏജൻസികൾ കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലൂടെ പൊതുജന മധ്യത്തിലും ലഭ്യമാണ്. എന്നാൽ അക്കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലേക്ക് രാജ്യം കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ദേശീയ കൺവീനർ, മുഖ്യമന്ത്രി എന്ന പദം വഹിച്ച ഒരാൾ ജയിലിലേക്ക് പോകുമ്പോൾ അത് വലിയ തിരിച്ചടി ആം ആദ്മിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ തിരിച്ചടി മറച്ചു പിടിക്കുന്നതിനും ജനങ്ങളെ ഈ ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിനും വലിയ പ്രതിഷേധം. തീർച്ചയായും ജിഷ്ണു, ഏതായാലും ഇപ്പോഴും ആം ആദ്മി വലിയ രീതിയിലുള്ള നാടകം തുടരുകയാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കോടതിക്ക് തന്നെ ഇത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാലും AAPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ നാടകങ്ങൾ ഡൽഹിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ തുടരുന്നത്. വിശദാംശങ്ങളാണ് ജിഷ്ണു നൽകിയത്.